ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുറ്റത്തെ കാടിനുള്ളിലെ സന്ദർശനമാണ്. കാടിലൂടെ എങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ള ഒരു വിവരണ സമൃദ്ധിയാണിത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഓരോ അടിയും വയ്ക്കാൻ. കാലിന് ചുവട്ടിൽ പാമ്പുണ്ടോ എന്നൊക്കെ നോക്കണം. അതിനുശേഷം ഒരു ചെടി നശിപ്പിക്കാതെ വേണം നമ്മളെപ്പോഴും മുന്നോട്ട് പോകാൻ. നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ വഴിയൊന്നും കാണത്തില്ല, പക്ഷെ നമ്മൾ വഴി ഉണ്ടാക്കും. അതാണ് വഴി വെട്ടി വന്നവനാന്നൊക്കെ പറയില്ല, അത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കണ്ടോ, ഇപ്പോൾ വഴിയായി. നിങ്ങൾക്ക് തോന്നും വഴിയില്ല എന്ന്, പക്ഷെ ഉണ്ട്. മറ്റേ കഥയിൽ പറയുന്ന പോലെ ആദ്യത്തെ ഒരു അടി കാണാനുണ്ടോ, അത് വെച്ചാൽ മറ്റടികൾ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കാടിലൂടെ അങ്ങനെ മുന്നോട്ട് വീണ്ടും മുന്നോട്ട്. അപ്പോൾ അവിടെ ഏതൊരു സ്ത്രീ നിൽക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീ എന്തിനു വന്നാന്ന് എനിക്ക് അയ്യോ, സ്ത്രീ ചിരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. എന്തുവാ ഇതെന്താ കുളമാണോ? കുളത്തിൽ എന്തൊരു ആനയാണ്, എന്ത് നീലാനയാണത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വീട് കാണാം. ആരുടെ വീടാണെന്നൊന്നും അറിയില്ല. ഈ സ്ത്രീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? സ്ത്രീക്ക് എന്താ ഇവിടെ പണിയെന്ന് എനിക്ക് മനസ്സിലാകുന്ന. നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത് പറയാറില്ലേ? അതെ ചേച്ചി, ഞാൻ വന്ന വഴി മറന്നു ചേച്ചി. ഇതാണല്ലേ? ഓക്കെ ചേച്ചി. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വന്ന വഴി മറന്നാൽ നമ്മൾ വഴി വെട്ടി പോകണമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഓരോ അടിയും സൂക്ഷിച്ച് നമ്മൾ വീണ്ടും പുറത്തോട്ടിറങ്ങാനുള്ള ശ്രമത്തിലാണ്. ഓരോ അടിയും സൂക്ഷിച്ച് വെച്ച് അങ്ങനെ നമ്മൾ ഏറെക്കുറെയൊക്കെ പുറത്ത് എത്താനായി ഗായ്സ്. ഇവിടെ കിടക്കുന്ന ചെടി ഞാൻ പൊട്ടിച്ചതല്ല, സത്യമായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കാടിൻ്റെ പുറത്തോട്ട് എത്തിയിരിക്കുന്നു ഗായ്സ്. അതെ, നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മുറ്റത്തെ കാട് നമ്മൾ സന്ദർശിച്ച് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും കാട് സന്ദർശിക്കാനുള്ള ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, ആ നിൽക്കുന്ന സ്ത്രീയുടെയും എൻ്റെയും ഹെയർ സ്റ്റൈൽ ഒരുപോലെ ഇരിക്കുന്നു അല്ലേ? എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ, സെയിമാണ്. എന്താണെന്നറിയില്ല. ശരി, അപ്പോൾ